അപ്പോൾ നല്ല അടിപൊളി നമ്മുടെ മത്തി കൊണ്ടുള്ളൊരു ഐറ്റമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല പടക്കുന്ന നല്ല മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മത്തി വെച്ച് ഇന്ന് അമ്മേൻ്റെ വക ഒരു സ്പെഷ്യൽ ഡിഷാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ മത്തി പീര പറ്റിച്ചത്. അപ്പോൾ അത് നമ്മുടെ കാസർഗോഡ് ഭാഗങ്ങളിലെല്ലാം ഒരുപാട് കണ്ടുവരുന്ന ഒരു ഡിഷാണ്. അപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് അറിയോ എന്നുള്ള കാര്യം അറിയില്ല, പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഡിഷ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മത്തി എടുക്കുക. പിന്നെ ഞാനിതാ നേരെ പറമ്പിലേക്ക് പോയി നമ്മുടെ കറിവേപ്പില, കാര്യമായിട്ട് വേണ്ട സാധനമാണ് കേട്ടോ കറിവേപ്പില. അപ്പം നല്ല അടിപൊളി ഫ്രഷ് കറിവേപ്പില നമ്മൾ പൊട്ടിച്ചങ്ങ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മത്തി വെച്ച് നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഞാനല്ല ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, അമ്മയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ക്യാമറാമാനായിട്ട് ഈ വീഡിയോയിൽ ഞാനാണ് ക്യാമറാമാൻ. അപ്പോൾ ഇതാ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മുടെ മത്തി കുഞ്ഞു മത്തിയാണ്, അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് കുറച്ച് തേങ്ങ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു മുറി തേങ്ങ അങ്ങനെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും. അപ്പോൾ തേങ്ങ പീര പറ്റിച്ചതായതുകൊണ്ട്, നമ്മുടെ തേങ്ങാ പീര വെച്ച് ഉണ്ടാക്കുന്ന മത്തിക്കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങ കുറച്ച് കൂടുതൽ വേണം. നമ്മുടെ പച്ചമുളകിന് പകരം നമ്മുടെ കാന്താരി മുളകായാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ കാന്താരി മുളക് ഞാൻ എടുക്കുന്നില്ല, കാരണം കാന്താരി മുളക് എല്ലാം കഴിഞ്ഞു പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സ്വന്തം കൃഷിത്തോട്ടത്തിലുണ്ടായ പച്ചമുളക് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ആവശ്യത്തിന് എരിവിന് ആവശ്യമായ പച്ചമുളക് നമുക്ക് എടുക്കാം. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് എരിവ് കൂടുതൽ ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മുടെ കുഞ്ഞുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ കാന്താരിയെല്ലാം നമ്മുടെ പച്ചമുളകും തേങ്ങയും കുറച്ച് മഞ്ഞളും കൂടിയിട്ട് നല്ലോണം മിക്സീൻ്റെ അകത്ത് അരക്കാൻ പാടില്ല, നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മത്തിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ബാക്കി വരുന്ന തേങ്ങയും കൂടെ അതുപോലെ ചതച്ച് നമുക്ക് ആ മത്തി കഴുകി വെച്ച പാത്രത്തിലേക്ക് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് വേറെ ഒന്നല്ല, നമ്മുടെ പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളെ കുടംപുളി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ കുടംപുളി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വാളംപുളിയാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ വാളംപുളി ഇതാ അമ്മ നല്ലോണം കൈ വെച്ച് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചാറ്. അപ്പോൾ ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഇതൊരു പീര പറ്റിച്ചത് എന്ന് പറയുമ്പം നമ്മളെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം ഇനി ആവശ്യത്തിന് നമുക്ക് വേണ്ടുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ഇഞ്ചി അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. അപ്പം ഞാനിത് ഓർഡറില്ലാണ്ട് പറയുന്നതിനുള്ള കാരണം, പെട്ടെന്ന് അമ്മ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തോണ്ട് തന്നെ എനിക്കതിനൊരു ഓർഡർ ഇല്ല. പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് പറിച്ച കറിവേപ്പിലയും നമ്മുടെ പുളി പിഴിഞ്ഞൊഴിച്ച ആ ഒരു വെള്ളവും കൂടി ഉപ്പും എല്ലാം ഇട്ട് നല്ലോണം തിരുമ്മി ആ ഒരു മിക്സിങ്ങിലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളവും കൂടി ചേർത്ത്, ഒരുപാട് വെള്ളം പാടില്ല, കാരണം കറിയല്ല ഇതൊരു നമ്മുടെ തോരൻ പോലെയായിരിക്കും ഈ പീര പറ്റിച്ചത് ഉണ്ടാവുക. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കൊന്ന് തട്ടിപ്പൊത്തി അടുപ്പത്ത് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ട് തീ നല്ലോണം കൂട്ടാൻ പാടില്ല, കുറച്ച് ചെറിയ തീയിൽ വെച്ച് വേവിച്ചതിന് ശേഷം മത്തിയിലുള്ള വെള്ളമൊക്കെ ഇതാ ഇറങ്ങി വരുന്നുണ്ട്. അതിന് ശേഷം കുറച്ചൊന്ന് തീ കൂട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇളക്കുന്ന ഒരു പരിപാടിയില്ല. കയ്യിൽ വെച്ച് ഇളക്കുമ്പം നമ്മുടെ മത്തിക്കുട്ടന്മാരെല്ലാം ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ആ വെളുത്തുള്ളിയുടെയും തേങ്ങയുടെയും ചെറിയുള്ളീൻ്റെയും ഒക്കെ ആ ഒരു ചതച്ചത് കുക്കായി വരുമ്പോൾ ആ മത്തിയും കൂടിയുള്ള ആ ഒരു സ്മെല്ല് നല്ലോണം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതാ അമ്മ ഒന്ന് മെല്ലനെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്, നമുക്ക് എല്ലാ ഭാഗവും കുക്കാവണമല്ലോ. അപ്പോൾ അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്താൽ നമ്മുടെ മത്തി പീര റെഡി.